ഹലോ, ഇന്ന് ചിന്നും മിന്നൊക്കെ കടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവര് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതേ വേറെ ആളും കൂടി വന്നിട്ടുണ്ട്, ജിനിഷ. അവൾക്ക് അന്ന് സൺഡേ വരാൻ പറ്റാത്ത കാരണം കൊണ്ടാട്ടെ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവർ രണ്ടാളും കൂടിയിട്ട് മന്തി മേടിക്കാൻ പോവാണ് കേട്ടോ, അവളുടെ എൻഗേജ്മെന്റിന്റെ ചെലവ് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് മന്തി മേടിക്കാൻ പോയ സമയത്ത് നമ്മൾ ഓൾറെഡി എഗ് ബിരിയാണി കൊടുന്നിരുന്നു. അപ്പൊ ഉണ്ണിക്ക് എഗ് ബിരിയാണി ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഉണ്ണിയുടെ രൂപം കണ്ടില്ലേ, ഇതാണ് തലയിൽ മുണ്ടിട്ട് നടക്കലാണ് കേട്ടോ ഞങ്ങളുടെ പണി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരിത് കുറേ കറങ്ങിയിട്ട് മന്തി മേടിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മന്തി എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങ് ഖത്തർ എന്ന് വന്നിട്ടുള്ള മന്തിയാണ്. എന്താ പറയുക, എൻഗേജ്മെന്റിന്റെ ചെലവാണ് കേട്ടോ. പിന്നെ നമുക്ക് മന്തി കഴിക്കാൻ വേണ്ടി പ്ലേറ്റും ഗ്ലാസും മേടിക്കാൻ പോയിട്ട്, പിന്നെ അപ്പുറത്തെ കടക്കാർ ഓപ്പോസിറ്റ് കടയെന്ന് പറഞ്ഞിട്ട് കാര്യം എല്ലാവരെയും കണ്ണു ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മന്തി മേടിച്ചെന്ന ആള്, പ്രശോഭേട്ടൻ. അപ്പോൾ താങ്ക് യു പ്രശോഭേട്ട, മന്തിയൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എവിടെ വട്ടളഞ്ഞിട്ട് കഴിക്കാൻ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ചിന്നു കഴിക്കാൻ ഇരുന്നിട്ടില്ല കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് കടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾ വേണ്ടേ. പിന്നെ അവൾ ഓൾറെഡി കുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ കഴിച്ച കാരണം കൊണ്ട് വിശപ്പില്ലാത്ത കാരണം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മന്തി കഴിക്കായിരുന്നു. പിന്നെ ഉണ്ണി പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലായിടത്തും കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കും കുറച്ച് കൊടുത്തു. പിന്നെ മന്തിയൊക്കെ കഴിച്ചു, അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴക്കാറ്, ഇരുട്ട് പോലെ ആയിട്ടാ. ഒരു 2 മണി സമയമായിട്ടുള്ളൂ, പക്ഷെ നല്ല ഇരുട്ടായിട്ടുണ്ട്. പക്ഷെ മഴയൊന്നും പെയ്തില്ല കേട്ടോ. പിന്നെ ഇതേ അവർ മൂന്നാളും കൂടിയിട്ട് പോയി. ഒരു 4:30 ആകുമ്പോൾ അവർ പോയിട്ടാ. പിന്നെ വയറ്റം വന്നപ്പോൾ ഞാൻ വയറ്റിന് കുറച്ച് മന്തി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയറ്റിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ണി എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.